നിങ്ങൾ ലൈഫിൽ എടുത്തിരുന്ന തീരുമാനങ്ങളെല്ലാം ശരിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ ആയിരുന്നില്ല. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, സക്സസ് എന്നതിന് നിങ്ങൾ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ ഇതൊന്നും നിങ്ങളുടേതല്ല. വേറെ ആരൊക്കെയോ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് പ്രായം ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് ദ സ്കെയറി പാർട്ട് എന്താണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ഇപ്പോഴും ഇതൊന്നും തിരിച്ചറിയുന്നില്ല എന്നതാണ്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഇൻസ്ട്രക്ഷൻസ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ആ ഇൻവിസിബിൾ ഫോഴ്സസിനെ എക്സ്പോസ് ചെയ്യാൻ പോവാണ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് റീസെറ്റ് സീരീസ് എപ്പിസോഡ് 2. സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോസ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ലൈഫ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് പോകുന്നത് എന്ന്. സോ അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പോൾ ആരാണ് ആ ഓട്ടോ പൈലറ്റ് മോഡ് പ്രോഗ്രാം ചെയ്തത്? ഹൂ പ്രോഗ്രാംഡ് ദി ഓട്ടോ പൈലറ്റ്? കാരണം ആരും ജനിക്കുമ്പോൾ തന്നെ പറയുന്നില്ലല്ലോ എനിക്ക് ഇന്ന ജോലി വേണം, എനിക്ക് സക്സസ്ഫുൾ ആവണം, എനിക്ക് ആളുകളെ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ. ഈ ഐഡിയാസ് ഒക്കെ എവിടെ നിന്നൊക്കെയോ വന്നതാണ് അല്ലേ? അതെവിടെ നിന്നാണ് എന്നറിയാതെ നിങ്ങൾക്കൊരിക്കലും ശരിക്കും നിങ്ങളാവാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ മനസ്സൊരു ബ്ലാങ്ക് നോട്ട്ബുക്ക് ആണ് എന്ന് വിചാരിക്കാം. നിങ്ങൾ ജനിക്കുമ്പോൾ എല്ലാ പേജും ബ്ലാങ്ക് ആണ്, ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണ് സക്സസ് എന്നറിയില്ല, ഫെയിലിയർ എന്താണെന്നറിയില്ല, ഭംഗി എന്താണെന്നറിയില്ല, പൈസ, സ്റ്റാറ്റസ്, ഹാപ്പിനെസ് ഒന്നും അറിയില്ല. ഇതൊക്കെ ആരോ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഓരോരുത്തരായിട്ട് നിങ്ങളുടെ പേജിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. വർഷം ചെല്ലുന്തോറും എഴുതിയ പേജ് കൂടി വരും. പക്ഷേ ആരാണ് ഇതൊക്കെ എഴുതുന്നത് എന്ന് പലരും ചിന്തിക്കാറില്ല. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഫോഴ്സ് 1, യുവർ പാരൻസ്. നിങ്ങളുടെ റിയാലിറ്റിയെ ആദ്യമായിട്ട് ഷേപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ പാരൻസ് ആണ്. അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയല്ല, പകരം അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പാരൻസ് ഫൈനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് പൈസ ഉണ്ടെങ്കിലേ സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ എന്നാണ്. അവർ ഫെയിലിയേഴ്സിനെ പേടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ റിസ്കുകൾ അവോയ്ഡ് ചെയ്യാനായിരിക്കും അവർ പഠിപ്പിക്കുന്നത്. അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫിനെ വാല്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സേഫായിട്ടുള്ള ചോയ്സസ് എടുക്കാനായിരിക്കും അവർ എൻകറേജ് ചെയ്യുക. അങ്ങനെ അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലെ പേടിയും വിശ്വാസങ്ങളും മൂല്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോയ സ്വപ്നങ്ങളും എല്ലാം അവർ നിങ്ങൾക്ക് അങ്ങോട്ട് കൈമാറാണ്. ആൻഡ് കുട്ടികളാവുമ്പോൾ മാതാപിതാക്കളോടുള്ള സ്നേഹം കൊണ്ട് അത് അനുസരിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല. പാരൻസിനെ നോക്കി പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചില കൈമാറി വരുന്ന വിശ്വാസങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ് എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് പ്രോബ്ലംസ് ഉണ്ടാവുക. പക്ഷേ വീട് മാത്രമല്ലല്ലോ ക്ലാസ് റൂമായിട്ടുള്ളത്, വേറൊരു ടീച്ചർ കൂടിയുണ്ട്. അതാണ് സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്താണെന്നറിയോ, ഒരു ഇൻവിസിബിൾ ടൈം ലൈൻ ഉണ്ട്. ഇത്ര വയസ്സിൽ പഠിക്കുക, ഇത്ര വയസ്സിൽ ഗ്രാജുവേറ്റ് ആവുക, ഇത്ര വയസ്സിൽ ജോലി മേടിക്കുക, കല്യാണം കഴിക്കുക, വീട് വാങ്ങിക്കുക, കുട്ടികൾ ഉണ്ടാവുക, റിട്ടയർ ചെയ്യുക. എല്ലാവരും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിലേക്കാണ് ഇങ്ങനെ ഓടുന്നത് എന്ന് പലരും ചോദിക്കാറില്ല. സക്സസ് ഒരു റേസായി മാറുകയാണ്. പക്ഷേ ആരാണ് ആ റേസ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും, അതും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പാത്ത് ഫോളോ ചെയ്യുന്നവരുമായിട്ട്. ആൻഡ് സംഹൗ നിങ്ങൾ പുറകിലാണ് എന്ന് തോന്നും. എന്തിൻ്റെ പുറകിൽ? ഏതോ ഒരു ക്ലോക്കിൻ്റെ പുറകിൽ. ശരിക്കും നിങ്ങളുടെ ലൈഫ് ഫുൾഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് സൊസൈറ്റി ചോദിക്കില്ല. പകരം പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് തോന്നണം. അതിനെന്താണ് വേണ്ടത്? ഇത് മാത്രമേ സൊസൈറ്റി ചോദിക്കുള്ളൂ. ഈ രണ്ട് ചോദ്യവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്ത ടീമാണ് ഫ്രണ്ട്സ്, കൂട്ടുകാർ. മനുഷ്യന്മാരെന്ന നിലയിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബിലോങ്ങിങ്. നമുക്കും ആരൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളും എന്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് എന്നുള്ളൊരു തോന്നൽ, ഒരു ഫീലിംഗ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബിലോങ്ങിങ് എന്ന് വെച്ചാൽ സർവൈവൽ ആയിരുന്നു. ഒരു ട്രൈബ് നമ്മളെ റിജക്റ്റ് ചെയ്താൽ അത് മരണതുല്യമാണ്. കാരണം ഒറ്റയ്ക്ക് കാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ആൻഡ് ആ ഇൻസ്റ്റിങ്ക്റ്റ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഫണ്ണിയായി തോന്നിയില്ലെങ്കിലും ചില തമാശകൾക്ക് നമ്മൾ ചിരിക്കുന്നത്, പല കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നത്, അഭിപ്രായങ്ങൾ മറച്ചു വയ്ക്കുന്നത്, പേഴ്സണാലിറ്റി മാറ്റുന്നത്. ഫേക്ക് ആയതുകൊണ്ടല്ല, ബട്ട് റിജക്റ്റ് ആയാലും അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും എന്നുള്ളതുകൊണ്ട്. ആൻഡ് സ്ലോലി നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ പോലെ ആവും. ഫ്രണ്ട്സിനെ പോലെ ഡ്രസ്സ് ചെയ്യും, ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കും, ഫ്രണ്ട്സിനെ പോലെ ചിന്തിക്കും, ഫ്രണ്ട്സിൻ്റെ പോലെ ആഗ്രഹിക്കും. നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ഗ്രൂപ്പിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, നാളെ നിങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ മാറിയാൽ പിന്നെ നിങ്ങളിൽ എത്രത്തോളം ബാക്കിയുണ്ടാവും? ഹൗ മച്ച് ഓഫ് യു വുഡ് റിമെയിൻ? നെക്സ്റ്റ് പറയുന്ന ഫോഴ്സാണ് മോസ്റ്റ് പവർഫുൾ ഇൻഫ്ലുവൻസ് ഓഫ് ഓൾ. നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാൾ, ഈവൻ നിങ്ങളുടെ ബെഡ്റൂമിൽ പോലും, അയാളാണ് സോഷ്യൽ മീഡിയ.
ഓരോ തവണ നിങ്ങൾ ഫോൺ എടുക്കുമ്പോഴും നിങ്ങളൊരു കോമ്പറ്റീഷനിലേക്ക് എൻ്റർ ചെയ്യാണ്. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ ഫുൾ പെർഫെക്റ്റ് ബോഡീസ്, പെർഫെക്റ്റ് വെക്കേഷൻസ്, പെർഫെക്റ്റ് റിലേഷൻഷിപ്സ്, പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈൽസ്, എഡിറ്റ് ചെയ്ത് വെച്ച ആയിരക്കണക്കിന് ജീവിതങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കമ്പയർ ചെയ്യാണ്. അൽഗോരിതത്തിന് അറിയാം എങ്ങനെ നിങ്ങളുടെ അറ്റൻഷൻ എടുക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് തന്നുകൊണ്ടേയിരിക്കും ആൻഡ് നിങ്ങളതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ മിക്കതും നിങ്ങളെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം എന്നില്ല. ആൻഡ് ഓവർ ടൈം എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നത് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. പകരം എന്തിട്ടാലാണ് എനിക്ക് ലൈക്ക് കിട്ടുക, എന്താണ് ഇംപ്രസീവ് ആയിട്ടുള്ളത്, എന്താണ് ആളുകൾ ചിന്തിക്കുക, ഇതൊക്കെയാവും പിന്നെ നിങ്ങൾ നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ പതുക്കെ നിങ്ങളുടെ ലൈഫ് ഒരു പെർഫോമൻസ് ആയിട്ട് മാറാൻ തുടങ്ങും. പാരൻസ്, സൊസൈറ്റി, ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയ ഇതൊക്കെ വില്ലന്മാരാണ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പകരം ഇതൊക്കെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ് അല്ല ഡേഞ്ചർ, പകരം അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. എല്ലാതും ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്, ഒന്നിനെയും ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ്. കാരണം ചുറ്റുമുള്ള വോയിസസിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദെൻ അതെല്ലാം നിങ്ങളുടെ തലയുടെ ഉള്ളിൽ കയറാൻ തുടങ്ങും. പിന്നെ അത് നിങ്ങളുടെ സ്വന്തം വോയിസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ പാരൻസിൻ്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഇങ്ങോട്ട് മാറ്റിവെക്കുക. സക്സസിന് സൊസൈറ്റി നൽകിയിട്ടുള്ള ഡെഫിനിഷൻ അങ്ങോട്ട് മാറ്റിവെക്കാം. കൂട്ടുകാരുടെ ഒപ്പീനിയൻസും സോഷ്യൽ മീഡിയ സ്റ്റാൻഡേർഡ്സും എല്ലാം അങ്ങോട്ട് മാറ്റിവെക്കാം. വാട്ട്സ് ലെഫ്റ്റ്? നിങ്ങൾ ഈ സെയിം ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമോ? ഇപ്പോൾ ഉള്ള ലക്ഷ്യങ്ങൾ തന്നെ ആയിരിക്കുമോ? സെയിം ലൈഫ് സ്റ്റൈൽ ആയിരിക്കുമോ? അതോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാവണം എന്നാവുമോ? ഈ ചോദ്യം നിങ്ങളെ കുറച്ച് ഡിസ്കംഫേർട്ട് ആക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. ബിക്കോസ് ഓണസ്റ്റ് ആകുമ്പോഴാണ് പലപ്പോഴും ഡിസ്കംഫേർട്ടായിട്ട് ഫീൽ ചെയ്യുക. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഈ സീരീസിലെ ഏറ്റവും വലിയൊരു ചോദ്യം നമ്മൾ ആൻസർ ചെയ്യും: ഹൂ ആർ യു വെൻ ഓൾ ദ നോയ്സ് ഡിസപ്പിയേഴ്സ്? ഈ പറഞ്ഞതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ആരാണ്? എന്താണ് നിങ്ങളുടെ മൂല്യങ്ങൾ? എന്താണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി? എന്താണ് നിങ്ങളുടെ നാച്ചുറൽ സ്ട്രെങ്ത്? ബിക്കോസ് മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ അത് ജീവിക്കുന്ന ആൾ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കണം, അല്ലേ? അവിടെയാണ് നിങ്ങളുടെ റിയൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. I will see you in the next episode. Till then, bye.